നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഒരു CBI അന്വേഷണം അനിവാര്യമല്ലേ? 28 വർഷങ്ങൾക്ക് ശേഷം തെളിഞ്ഞ സിസ്റ്റർ അഭയയെ പോലെ ഈ കേസും തെളിയുമെന്നത് ഉറപ്പാണ്. വർത്തമാനകാല സാഹചര്യത്തിൽ മറിച്ചൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? നിഷ്കളങ്കരെ എന്ന് സ്വരാജ് ചോദിച്ച വാക്കുകൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കപ്പെട്ട കാലഘട്ടമാണിത്. നടിയെ ആക്രമിച്ച സംഭവത്തിലെ ഗൂഢാലോചനാ പ്രതിയെ വെറുതെ വിട്ടത് കേരളത്തിലെ 90% ആളുകളിലും വലിയ അവമതിപ്പും വിഷമവും ഉണ്ടാക്കി. പക്ഷേ ഈ മനുഷ്യന്റെ കോടതിയിൽ നിന്നും ഒരാളെ വെറുതെ വിട്ടാലും മനസാക്ഷിയുടെ കോടതിയിൽ നിന്നും വെറുതെ വിടില്ല എന്ന സത്യം അവിടെ അവശേഷിക്കുന്നു. അതുകൊണ്ടാണ് ഈ കേസ് CBI അന്വേഷിക്കട്ടെ, സത്യം പുറത്തു വരട്ടെ എന്നുള്ളത് പറയുന്നത്. പൾസർ സുനിയെ അയച്ച ആ വ്യക്തി ആരാണ്? ആരുടെ കൊട്ടേഷനാണ്? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വെളിപാട് കിട്ടിയതുപോലെ ഒരു യുവനടിയെ ആക്രമിക്കാനും തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യാനും പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത പൾസർ സുനിക്കും കൂട്ടാളികൾക്കും തോന്നിയെങ്കിൽ അതിന് പിന്നിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ, പണം കൊടുക്കുന്നയാൾ, കൊട്ടേഷൻ കൊടുക്കുന്നയാൾ ഉണ്ടാകും. എന്തുകൊണ്ട് കോടതിക്ക് ആ ആൾ ആരാണ് എന്ന് ചോദിക്കാൻ കഴിയാതെ പോയി? അങ്ങനെ ഒരാളെ കുറിച്ച് കോടതി ഒരു വാക്കുപോലും ചോദിച്ചില്ലേ, പറഞ്ഞില്ലേ? ബാലചന്ദ്രകുമാർ എന്ന ഒരു പാവം മനുഷ്യൻ തന്റെ അനാരോഗ്യത്തിലും നടത്തിയ വെളിപ്പെടുത്തലുകൾ എന്റെ കോടതി മുഖവിലേക്ക് പോലും എടുത്തില്ല. ബാലചന്ദ്രകുമാർ സമർപ്പിച്ച തെളിവുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ നമുക്ക് നോക്കാം. ഒന്ന്, പൾസർ സുനി പകർത്തിയ ദൃശ്യങ്ങളുടെ തെളിവ് ദിലീപിന്റെ കയ്യിലുണ്ടെന്നും അയാൾ അത് കണ്ടുവെന്നും ഉറപ്പിക്കുന്ന ശബ്ദരേഖ. കേസ് അന്വേഷിച്ച DYSP ബൈജു പൗലോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരെ, 5ഓളം ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപ് നടത്തിയ നീക്കങ്ങൾ. 3, നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ ദിലീപും സഹോദരനും സഹോദരി ഭർത്താവും കണ്ടു എന്നതിന് തെളിവായ വോയിസ് ക്ലിപ്പുകൾ അടങ്ങിയ പെൻ ഡ്രൈവ്. ദിലീപും കൂട്ടാളികളും സാക്ഷികളെ മൊഴിമാറ്റാൻ നിർബന്ധിച്ച രേഖകൾ. ദിലീപിന്റെ ശബ്ദ സംഭാഷണങ്ങൾ. പൾസർ സുനി ദിലീപിന്റെ വീട്ടിൽ വന്ന കാര്യം. ദിലീപ് ജഡ്ജിയെ തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം. ഇങ്ങനെ നോക്കൂ, എത്ര തെളിവുകൾ. വീണ്ടും വീണ്ടും ഇഴകീരി പരിശോധിച്ച് ആ കൊട്ടേഷൻ നൽകിയ മാസ്റ്റർ ബ്രെയിനിനെ പൂട്ടാൻ കോടതിക്ക് ഇടപെടാൻ കഴിഞ്ഞില്ലേ? സത്യമായും ഈ കേസിൽ മറിച്ചൊരു വിധി പ്രതീക്ഷിക്കുന്ന അതിജീവിത വീണ്ടും കരുത്താർജിച്ച് മുന്നോട്ട് പോകുക. ഗൂഢാലോചനക്കാരെ കണ്ടെത്തുന്നതിനായി ഒരു CBI അന്വേഷണത്തിനായി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുക, അല്ലെങ്കിൽ ഹൈക്കോടതിയോട് ആവശ്യപ്പെടുക, സുപ്രീം കോടതിയോട് ആവശ്യപ്പെടുക. ഈ വിധി അന്തിമമല്ല. ഇപ്പോഴും നമുക്ക് മുന്നിൽ വെളിവായിട്ടുള്ള ചുരുക്കം ചില സംശയങ്ങളുണ്ട്. അതായത്, ഒരു മുൻ പരിചയവുമില്ല എന്ന് പറഞ്ഞ പൾസർ സുനിക്ക് ദിലീപ് അയച്ച 1 ലക്ഷം രൂപ എന്തിനായിരുന്നു? സിനിമാ സംവിധായകൻ ബാലചന്ദ്രൻ കൈമാറിയ, തമ്മിൽ കണക്ട് ചെയ്യാവുന്ന ദിലീപിന്റെ സംഭാഷണങ്ങൾ എന്തായിരുന്നു? ദിലീപിന്റെ സഹോദരന്റെ ഫോണിൽ നിന്ന് കണ്ടെടുത്ത ആക്രമണ ദൃശ്യങ്ങൾ എങ്ങനെ? സാക്ഷികളുടെ മൊഴി മാറ്റാൻ ശ്രമിച്ചതിന്റെ ഡിജിറ്റൽ തെളിവുകൾ, ദിലീപിന് 3 ഫോണുകളും ഭാഗികമായി റിക്കവർ ചെയ്ത സംഭാഷണങ്ങളുമെല്ലാം എന്താണ്? പ്രതിഫലം ആവശ്യപ്പെട്ട പൾസർ സുനി ദിലീപിന് അയച്ച കത്തിന്റെ കാര്യം എന്താ? പരസ്പരം അറിയില്ലെന്ന് പറഞ്ഞിട്ടും ദിലീപും സുനിയും പലതവണ ഒരേ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ടവർ ലൊക്കേഷൻ റിപ്പോർട്ടിനെ കുറിച്ച് എന്താണ്? കോടതിയിൽ സമർപ്പിച്ച സീൽഡ് കവറിലുള്ള ആക്രമണ ദൃശ്യങ്ങൾ 3 തവണ ദുരൂഹമായി കോടതി ജീവനക്കാരാൽ ഓപ്പൺ ചെയ്യപ്പെട്ടത് രാജ്യത്ത് തന്നെ വളരെ അപൂർവം കേൾവിയായി മാറി അല്ലേ? എന്തിനു തുറന്നു? എന്തായിരുന്നു ഉദ്ദേശം എന്നത് ഇപ്പോഴും അജ്ഞാതം. മെമ്മറി കാർഡിട്ട ഫോൺ ട്രെയിൻ യാത്രക്കിടെ കാണാതായി എന്ന മറ്റൊരു കോടതി ജീവനക്കാരന്റെ ന്യായീകരണം എത്ര വിചിത്രമാണ്. ഗൂഢാലോചന നടത്തിയ ഹോട്ടലിലെ ലിങ്ക് ചെയ്യാവുന്ന CCTV ദൃശ്യങ്ങളൊക്കെ എന്താണ്? ഇപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? നോക്കൂ, ഇത് മാത്രമല്ല. എറണാകുളത്ത് സിനിമാ സെറ്റിൽ വല്ലപ്പോഴും നക്കാപ്പിച്ചയ്ക്ക് ടാക്സി ഓടിച്ചു നടക്കുന്ന ഒരുത്തന് ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ വിചാരണ കോടതിയിലിരിക്കുന്ന മെമ്മറി കാർഡ് എടുത്ത് എഡിറ്റ് ചെയ്യാനുള്ള സ്വാധീനമൊക്കെ ഉണ്ടോ? ഇതേ ഡ്രൈവർ ജയിലിൽ കിടക്കുമ്പോൾ ഒരു സുനിക്ക് വേണ്ടി നിരന്തരം കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി വിവിധ അഭിഭാഷകർ മുഖേന ഹർജി സമർപ്പിക്കാനുള്ള ശേഷി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം. കോടതിയിൽ നിന്ന് കിട്ടാത്ത ജാമ്യം ഈ വെറും ചോട്ട ഡ്രൈവർക്ക് മണിക്കൂറിന് ലക്ഷങ്ങൾ വാങ്ങുന്ന അഭിഭാഷകരെ കൊണ്ട് അങ്ങ് സുപ്രീം കോടതിയിൽ പോയി വാങ്ങിക്കാനുള്ള ശേഷിയുണ്ടോ? അതെവിടെന്ന്? ഈ ശേഷിയുള്ള പൾസർ സുനിയുടെ അമ്മ എന്തിനാണ് കഴിഞ്ഞ ദിവസം ഫ്രീസ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിൽ 1 ലക്ഷം മാത്രമുള്ള മകന്റെ പൈസയ്ക്ക് വേണ്ടി മരുന്ന് വാങ്ങാനും അല്ലെങ്കിൽ ജീവിത ചെലവിനും എന്നുള്ള തുകയാണെന്ന് പറഞ്ഞ് കോടതിയിൽ കയറിയിറങ്ങിയത്? കന്നിക്ക് വകയില്ലാത്ത കുടുംബത്തിലെ ഡ്രൈവർ എങ്ങനെ സുപ്രീം കോടതി വരെ പോയി? ആരുടെ പണത്തിൽ? എന്തായാലും ഈ കേസിന്റെ വിധിയിൽ ഒരു പ്രധാന ഭാഗം ഇങ്ങനെ മനസ്സിലാക്കണം. കേസിലെ 8ാം പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കാനും ശിക്ഷിക്കാനും പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളും സാക്ഷിമൊഴികളും പര്യാപ്തമല്ല എന്നത് കൊണ്ട് മാത്രം കോടതി ആ പ്രതിയെ വെറുതെ വിട്ടു.
കോടതികൾ ഇങ്ങനെ ശിക്ഷിക്കാതെ വിടുന്ന പ്രതികളെല്ലാം നിരപരാധികളല്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന ആശയം 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നതാണ്. ഈ ഒരു പഴുതുപയോഗിച്ചാണ് കുറ്റവാളികൾ രക്ഷപ്പെടുന്നത്. കാരണം നമ്മുടെ കോടതികൾ കുറ്റം ചെയ്തവനെ ശിക്ഷിക്കാൻ തെളിവുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം അവനെതിരെ ഉള്ള തെളിവുകളിലും സാക്ഷിമൊഴികളിലും എന്തെങ്കിലും ന്യൂനതയുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുക. പണവും സ്വാധീനവുമുള്ള പ്രതികൾക്ക് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും വളരെ വേഗം സാധിക്കും. കൂടാതെ വക്രബുദ്ധിയുള്ള ഒരു അഭിഭാഷകനെ കേസ് ഏൽപ്പിച്ചാൽ മാത്രം മതി ബാക്കിയായ തെളിവുകൾ കൂടി നശിപ്പിക്കാനുള്ള മാർഗങ്ങളും സാക്ഷികൾക്ക് കോടതിയിൽ മൊഴി മാറ്റിപ്പറയേണ്ട പരിശീലനവും ലഭിക്കും. കേസിന്റെ തുടക്കം മുതൽ ഒരു സംഘം ആളുകൾ വാർത്താ മാധ്യമങ്ങളിലൂടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും പ്രതിയെ വെള്ളപൂശാനും ഇരയെ ആക്ഷേപിക്കാനും അവരുടെ മൊഴികളെ കളവാണെന്ന് മുദ്രകുത്താനും അതുവഴി കേസിന്റെ ശരിയായ അന്വേഷണത്തെയും നീതിപൂർവമായ വിചാരണത്തെയും തടസ്സപ്പെടുത്താനും കിണഞ്ഞു പരിശ്രമിച്ചത് ഇപ്പോൾ വിജയം കണ്ടു. കേസിന്റെ കാര്യക്ഷമമായ അന്വേഷണം തടസ്സപ്പെടുത്താനും വിചാരണ നടപടികളിൽ പ്രോസിക്യൂഷൻ ഭാഗത്തെ തളർത്താനും വളരെയധികം പരിശ്രമങ്ങൾ പ്രതിഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. കൂടാതെ കേസിൽ പ്രധാന തെളിവുകളാവേണ്ട മൊബൈൽ ഫോൺ പോലെയുള്ളവ ഫോർമാറ്റ് ചെയ്തു തെളിവ് നശിപ്പിക്കാനുള്ള അവസരവും പ്രതിക്ക് ലഭിച്ചു. പണവും സ്വാധീനവുമുള്ള പ്രതികൾ ഇതുപോലെ ക്രിമിനൽ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നത് പുതിയ കാര്യമൊന്നുമല്ല. വക്രബുദ്ധിയുള്ള പ്രൊഫഷണൽ എത്തിക്സിനേക്കാൾ പണത്തെ സ്നേഹിക്കുന്ന ഒരു ക്രിമിനൽ വക്കീലിനെ കൂട്ടുപിടിച്ച് കേസിന്റെ തുടക്കം മുതൽ പണമറിയാൻ തയ്യാറായാൽ എല്ലാ നിയമ സംവിധാനങ്ങളും അവർക്ക് മുൻപിൽ ഒരുപക്ഷെ മുട്ടുമടക്കും. പ്രതികൾ എളുപ്പത്തിൽ ഏത് കേസിൽ നിന്നും ഊരിപ്പോകും. നമ്മുടെ നിലവിലെ കൺവിക്ഷൻ റേറ്റ് അതാണ് കാണിക്കുന്നത്. എന്തായാലും പ്രതികളുടെ സ്വത്തിലും പ്രശസ്തിയിലും സ്വാധീനത്തിലും മഴങ്ങിപ്പോകാത്ത നിയമ സംവിധാനങ്ങൾ നമുക്ക് ഇനിയും ആവശ്യമാണ്.